വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് DTNലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിന്റെ പേര് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ ഫസ്റ്റ് ടോപ്പിക് ഫൗണ്ടേഷൻ. ആദ്യമായി ഫൗണ്ടേഷൻ എന്താണെന്ന് നോക്കാം. A foundation is the lowest part of a structure that transmits the load of structure safely to the soil. ബിൽഡിംഗിൽ നിന്നും വരുന്ന ലോഡിനെ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പാർട്ടാണ് ഫൗണ്ടേഷൻ. ഒരു ബിൽഡിംഗിന്റെ ഏറ്റവും താഴെ കാണുന്ന പാർട്ടാണ് ഫൗണ്ടേഷൻ. നെക്സ്റ്റ് ടോപ്പിക് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. Bearing capacity is the capacity of soil to support the load applied to the ground. മണ്ണിലേക്ക് വരുന്ന വെയിറ്റിനെ താങ്ങി നിർത്തുവാനുള്ള കഴിവിനെയാണ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഏതൊരു ബിൽഡിംഗും നിർമ്മിക്കുമ്പോഴും നിർമ്മിക്കുന്ന ബിൽഡിംഗിന്റെ മുഴുവൻ വെയിറ്റും താങ്ങേണ്ടത് അടിയിലുള്ള മണ്ണാണ്. ആയതിനാൽ മണ്ണിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷനെ ഡെപ്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ ഷാലോ ഫൗണ്ടേഷൻ എന്നും സെക്കൻഡ് വൺ ഡീപ്പ് ഫൗണ്ടേഷൻ. ഫസ്റ്റ് വൺ ഷാലോ ഫൗണ്ടേഷൻ. ദി ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഈസ് ലെസ് ദാൻ ദി വിഡ്ത് ഓഫ് ഫൗണ്ടേഷൻ, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ഷാലോ ഫൗണ്ടേഷൻ. അതായത് ഫൗണ്ടേഷന്റെ ഡെപ്ത് വിഡ്ത്തിനേക്കാൾ കുറവോ അല്ലെങ്കിൽ ഈക്വലോ ആയാൽ ആ ഫൗണ്ടേഷനെ ഷാലോ ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നു. സ്മാൾ ഡെപ്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഫൗണ്ടേഷനാണ് ഷാലോ ഫൗണ്ടേഷൻ. സെക്കൻഡ് ടൈപ്പ് ഡീപ്പ് ഫൗണ്ടേഷൻ. വേർ ദി ഡെപ്ത് ഓഫ് ദി ഫൗണ്ടേഷൻ ഈസ് മോർ ദാൻ വിഡ്ത്ത്, ഇറ്റ് ഈസ് കാൾഡ് ഡീപ്പ് ഫൗണ്ടേഷൻ. ഇവിടെ ഡെപ്ത് വിഡ്ത്തിനെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. ഈ ഫൗണ്ടേഷനെ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നു. വളരെ ആഴത്തിൽ നിർമ്മിക്കുന്ന ഫൗണ്ടേഷനാണ് ഡീപ്പ് ഫൗണ്ടേഷൻ. ടൈപ്സ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷൻ എന്താണെന്ന് പറഞ്ഞു. ആഴം കുറച്ച് നിർമ്മിക്കുന്ന ഫൗണ്ടേഷനാണ് ഷാലോ ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷനിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പുകളുണ്ട്. അവ ഏതൊക്കെ എന്ന് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് വാൾ ഫൂട്ടിംഗ്. ഫൂട്ടിംഗ് പ്രൊവൈഡഡ് അണ്ടർ എ വാൾ ഈസ് നോൺ ആസ് വാൾ ഫൂട്ടിംഗ്. അതായത് ഒരു മതിൽ നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വാൾ നിർമ്മിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് കൊടുക്കുന്ന ഫൗണ്ടേഷനാണ് വാൾ ഫൂട്ടിംഗ്. നെക്സ്റ്റ് ടൈപ്പ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഓർ കോളം ഫൂട്ടിംഗ്. ദിസ് ടൈപ്പ് ഓഫ് ഫൂട്ടിംഗ് ഈസ് യൂസ്ഡ് ഫോർ ആൻ ഇൻഡിവിജ്വൽ കോളം. ഒരു ഇൻഡിവിജ്വൽ കോളം നിർമ്മിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഫൗണ്ടേഷനാണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. ദിസ് ടൈപ്പ് ഓഫ് ഫൂട്ടിംഗ് ഈസ് കൺസ്ട്രക്റ്റഡ് ഫോർ 2 column in a row ഈസ് നോൺ ആസ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. ഒരു റോയിൽ അടുത്തടുത്ത് 2 കോളം ഉണ്ടെങ്കിൽ അതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്ത് നിർമ്മിക്കുന്ന ഫൗണ്ടേഷനെ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ടൈപ്പ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ്. ദിസ് ടൈപ്പ് ഓഫ് ഫൂട്ടിംഗ് ഈസ് ഡൺ when more than 2 column is in a row. അതായത് ഒരു റോയിൽ 2ൽ കൂടുതൽ കോളം ഉണ്ടെങ്കിൽ അതിന് കോമൺ ആയി നിർമ്മിക്കുന്ന ഫൗണ്ടേഷനെ കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ടൈപ്പ് റാഫ്റ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ. ഇറ്റ് ഈസ് എ കോൺക്രീറ്റ് സ്ലാബ് വിച്ച് കവേഴ്സ് ദി എൻറ്റയർ ഏരിയ ബിലോ ദി ബിൽഡിംഗ് and support all column and wall. When bearing capacity of a soil is less, then raft foundation is used.
ഒരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ അതിന്റെ മുഴുവൻ ഏരിയയും കവർ ചെയ്തുകൊണ്ട് സ്ലാബ് നിർമ്മിക്കുന്നു. ഇതിനെയാണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ബിയറിംഗ് കപ്പാസിറ്റി കുറഞ്ഞ സോയിലുള്ള സ്ഥലങ്ങളിലാണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്. ടൈപ്സ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷൻ. ഡീപ്പ് ഫൗണ്ടേഷൻ എന്താണെന്ന് പറഞ്ഞു. വളരെ ആഴത്തിൽ നിർമ്മിക്കുന്ന ഫൗണ്ടേഷനാണ് ഡീപ്പ് ഫൗണ്ടേഷൻ. ഡീപ്പ് ഫൗണ്ടേഷനിൽ വരുന്ന പ്രധാന ടൈപ്പാണ് പൈൽ ഫൗണ്ടേഷൻ. Pile may be defined as a long vertical member made up of timber, steel, concrete used to transfer the load of the structure to the soil. വിട്ട് കുറച്ച് ആഴത്തിൽ നിർമ്മിക്കുന്ന ഫൗണ്ടേഷനാണ് പൈൽ ഫൗണ്ടേഷൻ. സ്റ്റീല്, വുഡ്, കോൺക്രീറ്റ് എന്നീ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് പൈൽ നിർമ്മിക്കുന്നത്. മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗ്, ബ്രിഡ്ജ് എന്നിങ്ങനെ ലോഡ് ഒരുപാട് അധികം വരുന്ന സ്ട്രക്ചർ, അതുപോലെ ബിയറിംഗ് കപ്പാസിറ്റി കുറഞ്ഞ സോയിലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കോമൺ ആയി പൈൽ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്. മാസൺറി. Masonry is the art of building structure using brick and stone. ബ്രിക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്റ്റോൺ ഉപയോഗിച്ചോ നിർമ്മിക്കുന്ന വർക്കിനെ മേസൺറി എന്ന് പറയുന്നു. മേസൺറിയെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ സ്റ്റോൺ മേസൺറി എന്നും സെക്കൻഡ് വൺ ബ്രിക്ക് മേസൺറി എന്നും. സ്റ്റോൺ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വർക്കിനെ സ്റ്റോൺ മേസൺറി, ബ്രിക്ക് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വർക്കിനെ ബ്രിക്ക് മേസൺറി എന്നാണ് പറയുന്നത്. ടൈപ്സ് ഓഫ് സ്റ്റോൺ മേസൺറി. സ്റ്റോൺ മേസൺറി രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ റബിൾ മേസൺറി എന്നും സെക്കൻഡ് വൺ ആഷ്ലാർ മേസൺറി എന്നും അറിയപ്പെടുന്നു. ഫസ്റ്റ് വൺ റബിൾ മേസൺറി. ഇൻ Rebel masonry, stones of irregular size and shapes are used. Irregular shape സൈസും ഉള്ള സ്റ്റോൺ, അതായത് പ്രത്യേകിച്ച് ഒരു ആകൃതിയും ഇല്ലാത്ത സ്റ്റോൺ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വർക്കിനെ റബിൾ മേസൺറി എന്ന് പറയുന്നു. നെക്സ്റ്റ് ടൈപ്പ് ആഷ്ലാർ മേസൺറി. ഇൻ ആഷ്ലാർ മേസൺറി, stones of rectangular or square shapes are used. Each stone is uniform size and shape are used. റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരേ വലിപ്പമുള്ള സ്റ്റോൺ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വർക്കിനെ ആഷ്ലാർ മേസൺറി എന്ന് പറയുന്നു. ടൈപ്സ് ഓഫ് ബ്രിക്ക് മേസൺറി. ബ്രിക്ക് മേസൺറിയിൽ പ്രധാനമായും രണ്ട് ബോണ്ടുകളാണ് ഉള്ളത്. ഒന്ന് ഇംഗ്ലീഷ് ബോണ്ട്, മറ്റൊന്ന് ഫ്ലെമിഷ് ബോണ്ട്. പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ബ്രിക്കിന്റെ ചില ടെക്നിക്കൽ ടേംസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ സ്ട്രെച്ചർ. എ ബ്രിക്ക് ലെയ്ഡ് ഫ്ലാറ്റ് വിത്ത് ഇറ്റ് ലോങ് നാരോ സൈഡ് എക്സ്പോസ്ഡ്. അതായത് ബ്രിക്കിന്റെ നീളം കൂടിയ സൈഡിനെയാണ് സ്ട്രെച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഹെഡർ. എ ബ്രിക്ക് ലെയ്ഡ് ഫ്ലാറ്റ് വിത്ത് ഇറ്റ്സ് വിഡ്ത്ത് എക്സ്പോസ്ഡ്. ഒരു ബ്രിക്കിന്റെ വിഡ്ത്തിനെ ഹെഡർ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കോഴ്സ്. എ കംപ്ലീറ്റ് ഹൊറിസോണ്ടൽ ലെയർ ഓഫ് ബ്രിക്ക്. ബ്രിക്ക് അടുക്കി വയ്ക്കുന്ന ഓരോ ലെയറിനെയും കോഴ്സ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ക്യൂൻ ക്ലോസർ. എ ഹാഫ് ബ്രിക്ക് കട്ട് ലോഞ്ചിറ്റ്യൂഡിനലി. ബ്രിക്കിനെ ലെങ്ത് വൈസ് ഈക്വലായി കട്ട് ചെയ്യുന്നതിനെ ക്യൂൻ ക്ലോസർ എന്ന് പറയുന്നു. ഇംഗ്ലീഷ് ബോണ്ട്. നമുക്ക് ഇംഗ്ലീഷ് ബോണ്ട് എന്താണെന്ന് നോക്കാം. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബോണ്ട് ഫോർ ആൾ വാൾ തിക്നെസ്. കൺസ്ട്രക്ഷൻ മേഖലയിൽ ഏറ്റവും കോമൺ ആയി ഉപയോഗിക്കുന്നതും എല്ലാ വാൾ തിക്നെസ്സിലും യൂസ് ചെയ്യുന്ന ബോണ്ടാണ് ഇംഗ്ലീഷ് ബോണ്ട്. കൺസിഡേർഡ് ടു ബി ദി സ്ട്രോങ്സ്റ്റ്. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ് ഇംഗ്ലീഷ് ബോണ്ട്. കൺസിസ്റ്റ് ഓഫ് ആൾട്ടർനേറ്റ് കോഴ്സസ്
ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചർ. ഇതിൽ ബ്രിക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡർ ആൻഡ് സ്ട്രക്ചർ എന്ന രീതിയിലാണ്. അതായത് ഒരു കോഴ്സിൽ ഹെഡർ ആണെങ്കിൽ അടുത്ത കോഴ്സിൽ സ്ട്രക്ചർ എന്ന രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. ഒരു കോഴ്സ് എന്താണെന്ന് പറഞ്ഞു. അതായത് ബ്രിക്ക് അടുക്കി വയ്ക്കുന്ന ഓരോ ലെയറിനെയാണ് നമ്മൾ ഒരു കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ പടത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു ലെയർ അല്ലെങ്കിൽ ഒരു കോഴ്സ് മുഴുവനും സ്ട്രക്ചർ ആണെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ഒരു ലെയർ അല്ലെങ്കിൽ ഒരു കോഴ്സ് ഫുള്ള് ഹെഡർ ആയിരിക്കും. അപ്പോൾ സ്ട്രക്ചർ ഹെഡർ എന്ന രീതിയിൽ അടുക്കി വയ്ക്കുന്നതിനെയാണ് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഈച്ച് ആൾട്ടർനേറ്റ് ഹെഡർ ഈസ് സെൻട്രലി സപ്പോർട്ടഡ് ഓവർ എ സ്ട്രക്ചർ. ഓരോ ഹെഡർ കോഴ്സും രണ്ട് സ്ട്രക്ചർ കോഴ്സുകൾക്ക് ഇടയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ക്യൂൻ ക്ലോസർ ഈസ് പുട്ട് നെക്സ്റ്റ് ടു ദി ക്യൂൻ ഹെഡർ ടു ഡെവലപ്പ് ദി ഫേസ് ലാബ്. എല്ലാ ഹെഡർ കോഴ്സിലും ക്യൂൻ ക്ലോസർ പ്രൊവൈഡ് ചെയ്യുന്നു. തുടർച്ചയായി വെർട്ടിക്കൽ ജോയിന്റ് ഉണ്ടാകാതിരിക്കാനാണ് ക്യൂൻ ക്ലോസർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഫ്ലെമിഷ് ബോണ്ട്. ഇറ്റ് ക്രിയേറ്റ് എ ബെറ്റർ അപ്പിയറൻസ് ദാൻ ദി ഇംഗ്ലീഷ് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ടിനേക്കാൾ കാണാൻ ഭംഗിയുള്ളതാണ് ഫ്ലെമിഷ് ബോണ്ട്. ഇൻ എവരി കോഴ്സ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചർ ആർ പ്ലേസ്ഡ് ആൾട്ടർനേറ്റീവ്ലി. ഇതിൽ ബ്രിക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓരോ കോഴ്സിലും ഹെഡറും സ്ട്രക്ചറും എന്ന രീതിയിലാണ്. അതായത് ഈ പിക്ചറിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു കോഴ്സിൽ തന്നെ അല്ലെങ്കിൽ ഒരു ലെയറിൽ തന്നെ സ്ട്രക്ചറും ഹെഡറും അടുക്കി വയ്ക്കുന്ന രീതിയാണ് ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ക്യൂൻ ക്ലോസർ ഈസ് പുട്ട് നെക്സ്റ്റ് ടു ദി ക്യൂൻ ഹെഡർ ഇൻ ആൾട്ടർനേറ്റ് കോഴ്സസ് ടു ഡെവലപ്പ് ദി ഫേസ് ലാബ്. ഓരോ കോഴ്സിലും ഹെഡർ കഴിഞ്ഞിട്ട് ക്യൂൻ ക്ലോസർ അറേഞ്ച് ചെയ്യുന്നു. സൈസ് ഓഫ് ഡോർ. ഒരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ പ്രധാനമായും ഉപയോഗിക്കുന്ന ചില ഡോറുകളുടെ സൈസ് നമുക്ക് നോക്കാം. എൻട്രൻസ് ഡോർ, അതായത് പ്രവേശന കവാടം, അതിന്റെ സൈസ് 1 മീറ്റർ ഇൻറ്റു 2.10 മീറ്റർ ആണ്. 1 മീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡോറിന്റെ വിഡ്ത്ത്, 2.10 മീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡോറിന്റെ ഹൈറ്റ്. അടുത്ത ഇന്റേണൽ ഡോർ, അതായത് ബിൽഡിങ്ങിന്റെ അകത്ത് കൊടുക്കുന്ന ഡോറുകളാണ് ഇന്റേണൽ ഡോർ എന്ന് പറയുന്നത്. അതിന്റെ സൈസ് 0.90 മീറ്റർ ഇൻറ്റു 2.10 മീറ്റർ. അടുത്ത ബാത്റൂം ഡോർ, അതിന്റെ സൈസ് 0.80 മീറ്റർ ഇൻറ്റു 2.10 മീറ്റർ. അടുത്തത് പബ്ലിക് ബിൽഡിംഗ്. പബ്ലിക് ബിൽഡിങ്ങിന്റെ കൊടുക്കുന്ന ഡോറിന്റെ സൈസ് 1.20 മീറ്റർ ഇൻറ്റു 2.10 മീറ്റർ. നെക്സ്റ്റ് ഡിസൈൻ ഓഫ് വിൻഡോ. ഒരു വിൻഡോ ഡിസൈൻ ചെയ്യുന്നത് റൂമിന്റെ സൈസ് അനുസരിച്ചാണ്. മിനിമം ഹൈറ്റ് ഓഫ് സിൽ ഫ്രം ഫ്ലോർ ലെവൽ ഈക്വൽ ടു 60 സെന്റിമീറ്റർ. അതായത് ഈ സിൽ എന്ന് പറയുന്നത് വിൻഡോയുടെ ഏറ്റവും താഴെ കാണുന്ന പാർട്ടാണ് സില്ല്. അതായത് ഫ്ലോറിൽ നിന്നും 60 സെന്റിമീറ്റർ ഉയരത്തിൽ വേണം നമ്മളൊരു വിൻഡോ ഫിക്സ് ചെയ്യാൻ. 2 ഷട്ടറുള്ള ഒരു വിൻഡോയുടെ സൈസ് ഇവിടെ സൂചിപ്പിക്കുന്നു. 1 മീറ്റർ ഇൻറ്റു 1.50 മീറ്റർ. കിച്ചണിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വിൻഡോയുടെ സൈസ് ഇവിടെ ഉണ്ട്. 3 ഷട്ടറുള്ള വിൻഡോയാണ്. അതിന്റെ സൈസ് 1.50 മീറ്റർ ഇൻറ്റു 1 മീറ്റർ. സ്റ്റെയർ. Stairs are a series of steps properly arranged to connect different floors of a building. അതായത് ഒരു ഫ്ലോറിൽ നിന്നും
മറ്റൊരു ഫ്ലോറിലേക്ക് സഞ്ചരിക്കുന്നതിന് നിർമ്മിക്കുന്ന ഒരു കൂട്ടം സ്റ്റെപ്പുകളെയാണ് സ്റ്റെയർ എന്ന് പറയുന്നത്. ദി റൂം ഓഫ് ബിൽഡിംഗ് ഇൻ വിച്ച് സ്റ്റെപ്പ് ആർ അറേഞ്ച്ഡ് ഇൻ സീരീസ് ഈസ് കോൾഡ് സ്റ്റെയർകേസ്. സ്റ്റെയർ നിർമ്മിക്കുന്ന ആ പ്ലേസിനെയാണ് നമ്മൾ സ്റ്റെയർകേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കംപ്രൈസ്ഡ് ഓഫ് എ ത്രെഡ് ആൻഡ് റേസർ. ഒരു ത്രെഡും ഒരു റേസറും കൂടിച്ചേരുമ്പോഴാണ് ഒരു സ്റ്റെപ്പ് ഉണ്ടാകുന്നത്. ടെക്നിക്കൽ ടേംസ് ഇൻ സ്റ്റെയർ. സ്റ്റെയറിന്റെ ചില ടെക്നിക്കൽ ടേംസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ത്രെഡ്. ഇറ്റ് ഈസ് ദി അപ്പർ ഹൊറിസോണ്ടൽ പോർഷൻ ഓഫ് എ സ്റ്റെപ്പ്. ഒരു സ്റ്റെപ്പിന്റെ ഹൊറിസോണ്ടൽ പോർഷൻ ആണ് ത്രെഡ്, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പില് ചവിട്ടുന്ന പ്രതലത്തെ നമ്മൾ ത്രെഡ് എന്ന് പറയുന്നു. നെക്സ്റ്റ്, റൈസർ. ഇറ്റ് ഈസ് ദി വെർട്ടിക്കൽ പോർഷൻ ഓഫ് ദി സ്റ്റെപ്പ്. ഒരു സ്റ്റെപ്പിന്റെ വെർട്ടിക്കൽ പോർഷനെ റൈസർ എന്ന് പറയുന്നു. നെക്സ്റ്റ്, ഗോയിങ്. ഇറ്റ് ഈസ് ദി ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് റൈസർ. രണ്ട് റൈസർ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ഗോയിങ്. നെക്സ്റ്റ്, റൈസ്. ഇറ്റ് ഈസ് ദി വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ത്രെഡ്. രണ്ട് ത്രെഡ് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് റൈസ്. നെക്സ്റ്റ്, ഫ്ലൈറ്റ്. എ സീരീസ് ഓഫ് സ്റ്റെപ്സ് വിത്തൗട്ട് എനി ഇന്റർമീഡിയറ്റ് പ്ലാറ്റ്ഫോം. രണ്ട് ലാൻഡിങ്ങിന്റെ ഇടയിൽ തുടർച്ചയായി കാണുന്ന സ്റ്റെപ്പുകളെ ഫ്ലൈറ്റ് എന്ന് പറയുന്നു. ഒരു ഫ്ലൈറ്റിൽ മിനിമം 3 സ്റ്റെപ്പും മാക്സിമം 12 സ്റ്റെപ്പുമാണ് ഡിസൈൻ ചെയ്യുന്നത്. ലാൻഡിംഗ്. ഇറ്റ് ഈസ് ലെവൽ പ്ലാറ്റ്ഫോം അറ്റ് ദി ടോപ്പ് ഓർ ബോട്ടം ഓഫ് ഫ്ലൈറ്റ് ബിറ്റ്വീൻ ദി ഫ്ലോർ. ഒരു സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും സ്റ്റെയറിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്തും കൊടുക്കുന്ന പോർഷനാണ് ലാൻഡിംഗ്. നെക്സ്റ്റ്, സ്ട്രിംഗ്. സ്ലോപ്പിംഗ് മെമ്പേഴ്സ് വിച്ച് സപ്പോർട്ട്സ് ദി സ്റ്റെപ്പ് ഇൻ സ്റ്റെയർ. സ്റ്റെപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ലോപ്പിംഗ് മെമ്പറാണ് സ്ട്രിംഗ്. നെക്സ്റ്റ്, ഹാൻഡ് റെയിൽ. എ ഹാൻഡ് റെയിൽ ഈസ് എ റെയിൽ ദാറ്റ് ഈസ് ഡിസൈൻഡ് ടു ബി ഗ്രാസ്പ്ഡ് ബൈ ദി ഹാൻഡ് so as to provide stability or support. സ്റ്റെയറിലേക്ക് ഈസിയായി പിടിച്ചു കയറുവാൻ ഉപയോഗിക്കുന്ന പാർട്ടാണ് ഹാൻഡ് റെയിൽ. നെക്സ്റ്റ്, ന്യൂവൽ പോസ്റ്റ്. ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ മെമ്പർ വിച്ച് ഈസ് പ്ലേസ്ഡ് അറ്റ് ദി ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് എ സ്റ്റെയർ സപ്പോർട്ടിംഗ് ദി ഹാൻഡ് റെയിൽ. ഒരു സ്റ്റെയർ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും കൊടുക്കുന്ന ഒരു വെർട്ടിക്കൽ മെമ്പറാണ് ന്യൂവൽ പോസ്റ്റ്. നെക്സ്റ്റ്, ബാലസ്റ്റർ. ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ മെമ്പർ ടു പ്രൊവൈഡ് സപ്പോർട്ട് ടു ദി ഹാൻഡ് റെയിൽ. ഹാൻഡ് റെയിലിനെ സപ്പോർട്ട് ചെയ്ത് വെർട്ടിക്കലായി കൊടുക്കുന്ന മെമ്പറാണ് ബാലസ്റ്റർ. ടൈപ്സ് ഓഫ് സ്റ്റെയർ. സ്റ്റെയറിനെ അതിന്റെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ 4 തരംതിരിച്ചിരിക്കുന്നു. First one, straight flight stair. Second one, dog-legged stair. Third one, spiral stair. Fourth one, bifurcated stair. First type, straight flight stair. In this type of all steps are in one direction. സ്ട്രെയിറ്റ് സ്റ്റെയറിൽ എല്ലാ സ്റ്റെപ്പുകളും ഒരേ ഡയറക്ഷനിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ദേ മേ ബി പ്രൊവൈഡഡ് ഇൻ സിംഗിൾ ഫ്ലൈറ്റ് ഓർ ഇൻ 2 ഫ്ലൈറ്റ് വിത്ത് ലാൻഡിംഗ് ബിറ്റ്വീൻ ദി 2 ഫ്ലൈറ്റ്. ഒന്നിലധികം ഫ്ലൈറ്റുകൾ ഉണ്ടെങ്കിൽ ലാൻഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു ഡയറക്ഷനിൽ മാത്രം കയറുവാനും ഇറങ്ങുവാനും പറ്റുന്ന സ്റ്റെയർ ആണ് സ്ട്രെയിറ്റ് ഫ്ലൈറ്റ് സ്റ്റെയർ. Next type, dog-legged stair. It is a very common type of staircase and
is used in public and residential building. എല്ലാ ബിൽഡിങ്ങിലും കോമൺ ആയി ഉപയോഗിക്കുന്ന സ്റ്റെയർ ആണ് ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ. It consists of two flights that run in opposite direction, separated by a landing in the middle space. ഈ സ്റ്റെയറിൽ ഫ്ലൈറ്റുകൾ എതിർദിശയിലാണ് കാണപ്പെടുന്നത്. രണ്ട് ഫ്ലൈറ്റുകൾക്ക് കുറുകെ ഒരു ലാൻഡിംഗ് ഉണ്ടായിരിക്കും. ഫ്ലൈറ്റിന്റെ ദിശ തിരിയുന്നത് ഇവിടെ നിന്നുമായിരിക്കും. നെക്സ്റ്റ് ടൈപ്പ് സ്പൈറൽ സ്റ്റെയർ. It consists of a central post supporting a series of steps arranged in form of spiral. ഈ സ്റ്റെയറിൽ എല്ലാ സ്റ്റെപ്പുകളും മധ്യത്തിലുള്ള പോസ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് ഡിസൈൻ ചെയ്യുന്നത്. Such stairs are provided where space available for stair is very much limited. സാധാരണയായി മറ്റ് സ്റ്റെയറുകൾ നിർമ്മിക്കാനുള്ള സ്ഥലം ഇല്ലാതെ വരുമ്പോഴാണ് ഈ സ്റ്റെയർ ഡിസൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ബഫർക്കേറ്റഡ് സ്റ്റെയർ. ദിസ് ടൈപ്പ് ഓഫ് സ്റ്റെയർ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ പബ്ലിക് ബിൽഡിംഗ് അറ്റ് ദെയർ എൻട്രൻസ്. സാധാരണയായി പബ്ലിക് ബിൽഡിംഗിന്റെ എൻട്രൻസിലാണ് ഇവ നിർമ്മിക്കുന്നത്. The stair has a wider flight at the bottom, which bifurcate into two narrow flights, one turning to the right and other to the left at the landing. ഇത്തരം സ്റ്റെയറുകളിൽ താഴത്തെ ഫ്ലൈറ്റ് വീതി കൂടിയതും മുകളിലേക്ക് വരുമ്പോൾ ലാൻഡിങ്ങിൽ നിന്നും ഇരുവശത്തേക്കും ഇടുങ്ങിയ ചെറിയ ഫ്ലൈറ്റുകളായി തിരിയുന്നു. റൂഫ്. Roof is the uppermost portion at a building which gives protection from rain, snow, wind, direct sunlight, etc. ഒരു കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് റൂഫ്. കാറ്റ്, മഴ, ചൂട് എന്നിവയിൽ നിന്നും ബിൽഡിങ്ങിനെ സംരക്ഷിക്കുന്നതിനാണ് റൂഫ് ഉപയോഗിക്കുന്നത്. ടൈപ്സ് ഓഫ് റൂഫ്. റൂഫിനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ പിച്ച്ഡ് റൂഫ് അല്ലെങ്കിൽ സ്ലോപ്പിംഗ് റൂഫ്. സെക്കൻഡ് വൺ ഫ്ലാറ്റ് റൂഫ്. തേർഡ് വൺ കർവ്ഡ് റൂഫ്. ഫസ്റ്റ് ടൈപ്പ് പിച്ച്ഡ് റൂഫ് or sloping roof. The roof having sloping top surface are called pitched roof. They are suitable at places where snowfall and rainfall are heavy. മുകൾ ഭാഗത്തു നിന്നും ചരിച്ച് നിർമ്മിക്കുന്ന റൂഫാണ് പിച്ച്ഡ് റൂഫ്. മഴയും മഞ്ഞ് വീഴ്ചയും കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഈ റൂഫുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. സെക്കൻഡ് ടൈപ്പ് ഫ്ലാറ്റ് റൂഫ്. ദി ടോപ്പ് സർഫസ് അറ്റ് ഫ്ലാറ്റ് റൂഫ് ഈസ് പ്ലെയിൻ. മുകൾ ഭാഗം ഫ്ലാറ്റായി നിർമ്മിക്കുന്ന റൂഫാണ് ഫ്ലാറ്റ് റൂഫ്. തേർഡ് വൺ കർവ്ഡ് റൂഫ്. ദി റൂഫ് ഹാവിംഗ് their top surface curved are called curved roof. മുകൾ ഭാഗം കർവ്ഡ് ഷേപ്പിൽ നിർമ്മിക്കുന്ന റൂഫാണ് കർവ്ഡ് റൂഫ്.